രക്ഷാകര ചരിത്രത്തിൽ തന്നെ കേന്ദ്രബിന്ദുവായ ഉത്ഥാന രഹസ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഉയർപ്പ് കാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. തിരുസഭാ മാതാവ് ഇന്നത്തെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. തൻ്റെ ശിഷ്യഗണത്തിന് പ്രേക്ഷിത ദൗത്യം ഭരമേൽപ്പിക്കുന്ന ഈശോയുടെ അതിസുന്ദരമായ ഒരു ചിത്രം. തൻ്റെ ഇഹലോകവാസം അവസാനിപ്പിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്ന ക്രിസ്തു ഇനിയും പൂർത്തിയാക്കേണ്ട ദൈവരാജ്യം എന്ന മഹാസ്വപ്നത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരെ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയും അവരെ ഒരിക്കൽ കൂടി ഒരുക്കുകയും ചെയ്യുന്ന ഒരു വചനഭാഗമാണ് തിരുസഭാ മാതാവ് ഇന്നത്തെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത്. 3 വർഷക്കാലം തൻ്റെ പ്രബോധനങ്ങളിലൂടെയും നിരവധിയായ അത്ഭുത പ്രവൃത്തികളിലൂടെയും ഭൂവാസികളെ വഴി നടത്തിയ ഉദ്ധിതനായ ക്രിസ്തു ഇനിയും തൻ്റെ കാലുകൾ ഇടറാതിരിക്കുവാനായിട്ട്, ജനതകളെ ഒത്തിരിയേറെ പരിശീലിപ്പിക്കുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ഒരുക്കി അവരെ അയക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ മനോഹരമായ ചിത്രമാണ് ഇന്നത്തെ മത്തായിയുടെ സുവിശേഷം അവസാന അധ്യായത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ടത്. ഒരിക്കൽ ഒരു ബ്രിട്ടീഷ് നിരീശ്വരവാദി, അദ്ദേഹത്തിൻ്റെ പേര് റിച്ചാർഡ് ഡൗക്കിൻസ് എന്നാണ്, അദ്ദേഹം നടത്തിയ ഒരു അഭിമുഖത്തിൽ ഇപ്രകാരം പറഞ്ഞ വാക്കുകൾ അന്നത്തെ ലോകത്തെ ഒത്തിരിയേറെ ആകർഷിപ്പിച്ച വാക്കുകളാണിവ. അദ്ദേഹത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് ക്രിസ്തുവിലേക്ക് അതിവേഗം നടക്കുന്ന ഒരു നിരീശ്വരവാദി എന്ന വിശേഷണത്തോടെയാണ് അദ്ദേഹത്തെ ആ പത്രസമ്മേളനത്തിൽ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ക്രിസ്തുമതത്തെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ക്രിസ്തുമതത്തിന്റെ പാട്ടുകളും പ്രാർത്ഥനകളും അദ്ദേഹത്തെ ഒത്തിരിയേറെ ദൈവികതയിലേക്ക് ആനയിച്ചു എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. ക്രിസ്തുമതം അടിസ്ഥാനപരമായ ഒരു മതമാണെന്നും ഒരു മാന്യമായ രീതിയിൽ ദൈവികത വെച്ച് പുലർത്തുന്ന ഈ ക്രിസ്തുമതം അനേകം വിശ്വാസികളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന ഒരു അനിവാര്യ ഘടകമായി ക്രിസ്തുമതം ഇന്നും നിലനിൽക്കുന്നു എന്നാണ് ഈ നിരീശ്വരവാദി ആ പത്രസമ്മേളനത്തിൽ സമ്മേളനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അതേ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യരോടൊപ്പം വസിക്കുന്ന, മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവമാണ് ക്രിസ്തു എന്നതും ക്രിസ്തുമതം എന്നത് ക്രിസ്തുമതമായ ഇതിനെ ആ നിരീശ്വരവാദി ഇത്രമാത്രം ഏറ്റുപറയുമ്പോൾ ക്രൈസ്തവരായ നമുക്ക് ഓരോരുത്തർക്കും ഇത് വിശ്വാസവും ശക്തിയും നൽകുന്ന വാക്കുകൾ തന്നെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ദൈവരാജ്യം തന്നെയാണ്. യേശു ക്രിസ്തുവിലൂടെ ആരംഭിച്ച് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഈ ദൈവരാജ്യത്തെക്കുറിച്ച് നാം ഈ ലോകരാജ്യത്തിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു സുവിശേഷമായിട്ടാണ് വിശുദ്ധ മത്തായി ശ്ലീഹായെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ജീവിതക്രമങ്ങളെക്കുറിച്ചും സ്വർഗരാജ്യത്തിന്റെ ശക്തിയുടെയും ബലത്തിന്റെയും ദൗത്യങ്ങളെയും കുറിച്ച് കൂടുതലായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു സുവിശേഷമായിട്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ദൈവരാജ്യത്തെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദൈവരാജ്യം 2 തരത്തിലുള്ള ഒരു പ്രസ്താവനയിലേക്ക് സഭാപണ്ഡിതന്മാർ നമ്മെ ക്ഷണിക്കുന്നത്. ഒന്നാമതായിട്ട് യഹൂദരുടെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന, യഹൂദരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ദൈവരാജ്യത്തെ അവർ നോക്കിക്കണ്ടിരുന്നത് ഈ തിന്മകളുടേതായ ഈ ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നു, അതിൻ്റെ അധിപൻ സാത്താൻ. അവസാനം മിശിഹ വരുന്നു, സാത്താനെ അവർ പരാജയപ്പെടുത്തി മിശിഹായുടെ ദൈവരാജ്യം സ്ഥാപിതമാകുന്നു. പിന്നീട് ആ ദൈവരാജ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതാണ് യഹൂദന്മാരുടെ ഒരു കാഴ്ചപ്പാടിലുള്ള ദൈവരാജ്യം എന്ന് പറയുന്നത്. പക്ഷേ യേശു അവതരിപ്പിച്ച ദൈവരാജ്യം എന്ന് പറയുന്നത് തിന്മ നിറഞ്ഞ ഇതേ രാജ്യം, ഇതിൻ്റെ അധിപൻ സാത്താൻ തന്നെ. പക്ഷേ മിശിഹ വന്നു, ഈശോയുടെ രാജ്യം സ്ഥാപിതമായി. ഈ രാജ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. സാത്താനെ ഈശോ പരാജയപ്പെടുത്തിയെങ്കിലും അവനും ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. ദൈവരാജ്യത്തിനോടൊപ്പം അവന്റെ രാജ്യവും അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ 2 രാജ്യങ്ങളും സമാന്തരമായി അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ തിന്മകൾ നിറഞ്ഞ ഈ രാജ്യത്തിൽ നിന്ന്
ഈശോ നമ്മെ രക്ഷിച്ച് അനുനിമിഷം നമ്മളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. നമ്മുടെ അനുനിമിഷ വിശുദ്ധ കുർബാനയിലൂടെയും സമൂഹ പ്രാർത്ഥനകളിലൂടെയും ഉദാശകളിലൂടെയും സഭാ പാരമ്പര്യത്തിന്റെ പഠനങ്ങളിലൂടെയും അനുനിമിഷം നമ്മെ വിശുദ്ധീകരിച്ച് ഈ ദൈവരാജ്യത്തിലേക്ക്, തിന്മ നിറഞ്ഞ ഈ രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും അനുനിമിഷം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസവും ജ്ഞാനസ്നാനവും വഴി ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു മുഹൂർത്തത്തിലേക്ക്, ദൈവരാജ്യം എന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ക്രൈസ്തവരായ നമ്മെ ഓരോരുത്തരെയും അനുനിമിഷം ക്രിസ്തുനാഥൻ കൊണ്ടെത്തിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം, നാം ദൈവരാജ്യത്തിലാണോ തിന്മകളുടെ നിറഞ്ഞ രാജ്യത്തിലൂടെയാണോ നടക്കുന്നതെന്ന് നമുക്ക് ഒരു നിമിഷം വിചിന്തനം ചെയ്തു നോക്കാം. ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെടുന്നത് ഓരോ പ്രേക്ഷിത ദൗത്യവുമായിട്ടാണ് എന്ന ഒരു അതിസുന്ദരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് വെച്ചു നീട്ടുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ വായനകളുടെ എല്ലാം മനോഭാവം എന്ന് പറയുന്നത് ഈ ഒരു വസ്തുതയെ നിലനിർത്തിക്കൊണ്ടാണ്. പഠിപ്പിക്കുക, നയിക്കുക, വിശദീകരിക്കുക എന്നീ കർമ്മമണ്ഡലങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ക്രൈസ്തവരായ നമ്മുടെ ഓരോരുത്തരുടെയും പ്രേക്ഷിത ദൗത്യം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ഓരോ ക്രിസ്ത്യാനിയും താൻ അനുഭവിച്ച ആ ദൈവാനുഭവം, ആ ക്രിസ്താനുഭവം, ആ ആത്മീയ വിശുദ്ധി, ആ സ്നേഹം എന്നിവ പങ്കുവെക്കുമ്പോൾ നാം ഓരോരുത്തരും പ്രേക്ഷിതരായി ഇന്നും സഭയിലും സമൂഹത്തിലും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നൊരു ആഹ്വാനമാണ് ഇന്നത്തെ വായനകളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ലേഖന വായനയിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ടത് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മോട് ഊന്നി പറയുന്നതും ഇത് തന്നെയാണ്. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ് എന്നുള്ള ഒരു ബോധ്യത്തിലേക്കാണ് ക്രൈസ്തവരായ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നത്. സന്തുലിതമായ ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ള ഒരു ആഹ്വാനമാണ് പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് വെറുതെ ആയിരിക്കുവാനല്ല, മറിച്ച് ഓരോരുത്തരെയും പഠിപ്പിക്കുവാൻ ക്രിസ്തുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അതും നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നാം ആർജിച്ചെടുത്ത ആ ക്രിസ്താനുഭവം അപരനും മറ്റുള്ളവർക്കും സമൂഹത്തിലായിരിക്കുന്നവർക്കും പകർന്നു കൊടുക്കുവാൻ ക്രൈസ്തവരായ നാം ഓരോരുത്തരും അത്യധികം ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു വിളിയിലേക്കാണ്, പഠിപ്പിക്കുക എന്നുള്ള ഒരു ആഹ്വാനത്തിലേക്കാണ് ഇന്നത്തെ ഒന്നാമത്തെ പ്രേക്ഷിത ദൗത്യം നമ്മെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാമതായി ഈശോ ഏൽപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത് 2 പ്രസ്താവനകൾ നിറഞ്ഞതാണ്. അതിലൊന്നാമത്തത് സ്വർഗവും ഭൂമിയും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നതും യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഉദ്ധിതൻ പരമേൽപ്പിച്ച പ്രേക്ഷിത ദൗത്യത്തിന്റെ അടിസ്ഥാനമായി ഇന്നും നിലകൊള്ളുകയാണ്. ഓരോ പ്രേക്ഷിത ദൗത്യവും പരിപൂർണമാക്കപ്പെടുന്നത് ഈ പ്രേക്ഷിത ദൗത്യത്തിലൂടെയാണ്. കാരണം ദൈവാധികാരത്തിലൂടെയും ദൈവ സാന്നിധ്യത്തിലൂടെയുമാണ് നാം ഈ പ്രേക്ഷിത ദൗത്യം ഏറ്റവും അധികമായിട്ട് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു വസ്തുതയാണ്. മറിച്ച് എന്റെയോ നിന്റെയോ താല്പര്യങ്ങൾക്ക് ഉതകും വിധം മാത്രമല്ല അടിച്ചേൽപ്പിക്കേണ്ട പഠിപ്പിക്കേണ്ട ഒരു കർമ്മമല്ല ഇതെന്നും, ദൈവത്തിന്റെ അധികാരം ഉപയോഗിച്ച് ദൈവത്തിന്റെ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ ഐക്യപ്പെട്ടുകൊണ്ട് അവന്റെ ഹിതത്തിന് ചേർന്നതായിരിക്കണം നമ്മുടെ ഓരോ നയിക്കപ്പെടലുകളും എന്ന് ഇന്നത്തെ വചനത്തിലൂടെ അവിടുന്ന് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നാം വായിച്ചു കേട്ട പഴയ നിയമ വായനയിൽ അവിടുന്ന് ജോഷുവാക്കും അസറിയായ്ക്കും പറഞ്ഞു കൊടുക്കുന്നതും ഇത് തന്നെയാണ്. ദൈവഹിതത്തിനനുസരിച്ച് അവരെ ആനയിക്കുക, അവരെ പഠിപ്പിക്കുക എന്നുള്ള ഒരു മഹാദൗത്യത്തിലേക്ക്. ഇവിടെയെല്ലാം ഇവർ പൂർത്തിയാക്കിയിരിക്കുന്ന ഈ ഫലപ്രദമായ ഈ ഉത്തരവാദിത്വം ദൈവാധികാരത്തിലും ദൈവ സാന്നിധ്യത്തിലും ദൈവത്തിന്റെ ഹിതത്തിലും കീഴ്വഴങ്ങി ജീവിക്കുമ്പോഴാണ് അവർ യഥാർത്ഥ ക്രൈസ്തവരായി മാറുന്നത് എന്നുള്ള ഒരു ഉറച്ച ബോധ്യമാണ് രണ്ടാമത്തെ പ്രേക്ഷിത ദൗത്യത്തിലൂടെ ക്രിസ്തുനാഥൻ നമുക്ക് പറഞ്ഞു തരുന്നത്. മൂന്നാമതായി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ഈശോ ലോകത്തിന്റെ അതിർത്തികൾ പോയി നിങ്ങൾ ദൈവരാജ്യം പ്രസംഗിക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്ത ഈശോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ എന്ന് ആഹ്വാനം ചെയ്ത ഈശോ അവസാനം പറഞ്ഞതും യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു ആഹ്വാനം തന്നെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒരുപക്ഷെ നാം നോക്കിയാൽ
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ നമ്മോടൊപ്പമുണ്ട് എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം നാം വായിക്കുന്നത്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് കൽപ്പിക്കുന്നത് യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വസ്തുതയാണ്. എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിന്റെ ഈ രക്ഷാകര പദ്ധതി നമ്മുടെ മുമ്പിലേക്ക് നെയ്തു വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ രക്ഷാകര പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രവചനവും പൂർത്തീകരണവും എന്ന് പറയുന്നത്. അതിനാൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം പ്രഘോഷിക്കുന്നത് ഉദ്ധിതനായ യേശുനാഥൻ നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ്. ഉദ്ധിതനായ ഈശോ നമ്മുടെ രക്ഷകനായി നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രബോധനവും പ്രഘോഷണവും എന്ന് പറയുന്നത്. അവിടുന്ന് പിതാവായി, നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവായി, നമ്മെ അനുദിനം വഴി നടത്തുന്ന നമ്മുടെ ജീവനും നാഥനും രക്ഷകനുമായി നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് ഉദ്ധിതനായ കർത്താവ് ഈശോ മിശിഹായുടെ ഏറ്റവും വലിയ പ്രേക്ഷിതത്വം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അഭിമുഖീകരിക്കേണ്ടി വന്നാലും ദൈവത്തിന്റെ കരം ഒരിക്കലും നമ്മെ വിട്ടുപോകൂല എന്നുള്ള ഒരു ആഹ്വാനമാണ് ജെറമ്യ പ്രവാചകനിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് എന്നെ സൃഷ്ടിച്ച്, എന്നെ രൂപപ്പെടുത്തി, എന്നെ അനുഗ്രഹിച്ച്, എന്നെ കൈപ്പിടിച്ചുയർത്തുന്ന, വഴി നടത്തുന്ന രക്ഷകനായ ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന് ഉറക്കെ പ്രഘോഷിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രഘോഷണം എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ ജീവിതം വഴി സുവിശേഷ പ്രഘോഷണത്തിലൂടെ ആരംഭം കുറിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരാകുവാൻ, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു അപ്പനായി, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരു അമ്മയായി, മകനായി, മകളായി, സഹോദരനായി, സഹോദരിയായി, എല്ലാത്തിനും ഉപരിയായി ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇതിനുള്ള പരിശ്രമത്തിനായി തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.